ദ മോർ യു അപ്പീസ് പീപ്പിൾ ദേ ഗോ എഗൻസ്റ്റ് യു. കാരണം ഇസ്ലാമിൻ്റെ സ്വഭാവമല്ല ഹിന്ദുവിന് സോപ്പിടാൻ ചെന്ന് കഴിഞ്ഞാൽ ഇവൻ സോപ്പിടാൻ വന്നിരിക്കുകയാണെന്ന് ഹിന്ദുവിനറിയാം. മുസ്ലിങ്ങൾക്ക് മനസ്സിലാവാഞ്ഞിട്ടല്ല, അവർ പൊട്ടന്മാരായതുകൊണ്ടല്ല, അവർ നേരെ തിരിച്ചാൽ ചെയ്യുന്നത്. സോപ്പെങ്കിലും ഇടുന്നുണ്ടല്ലോ, മറ്റേയാൾ സോപ്പ് ഇടുന്നില്ല. ഇതാണ് അവരുടെ രണ്ട് കമ്മ്യൂണിറ്റിയുടെ വാല്യുവേഷനാണ് ഓഫ് എ സെയിം സിറ്റുവേഷൻ. അത് നമ്മൾ രണ്ടുപേരും ആണെങ്കിലും ഒരുത്തനെ എന്നെ സോപ്പിട്ടാൽ എനിക്ക് സൂഹിക്കും, സോപ്പല്ലേ ഇരിക്കട്ടെ എന്ന് ഞാൻ വിചാരിക്കും. വായിച്ചത്ത് അങ്ങനെയല്ല, ഇവനാരെ എന്നെ സോപ്പിടാനായിട്ട്, അങ്ങനെ എന്നെ സോപ്പിട്ട് കാര്യം കാണണ്ട എന്ന് വായിച്ചത്. നമ്മുടെ രണ്ടുപേരുടെയും പേഴ്സണാലിറ്റിയുടെ ഈ ഡിഫറൻസാണ് ഞാൻ ഹിന്ദു വേഴ്സസ് മുസ്ലിം ഞാൻ പറയുന്നത്. അല്ലാതെ അവരെന്തെങ്കിലും കുഴപ്പക്കാർ ഇവർ നല്ലവർ ആ അർത്ഥത്തിലല്ല. ജനറലി ഈ രണ്ട് കമ്മ്യൂണിറ്റി ബിഹേവ് ചെയ്യുന്നത് അങ്ങനെയാണ്. അനാവശ്യമായിട്ട് സോപ്പിട്ട് കഴിഞ്ഞാൽ ഹിന്ദുക്കൾ തിരിയും. ഈ ഹിന്ദുക്കൾ തിരിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഓപ്ഷൻ എന്താ? ഫസ്റ്റ് ഓപ്ഷൻ BJP. ഇപ്പോൾ ഈ ഉപതെരഞ്ഞെടുപ്പിൽ കണക്ക് തീർക്കാനുള്ള ആൾക്കാരുണ്ട്. പീപ്പിൾ ഹു ആർ ഹാപ്പി വിത്ത് നോട്ട് ഹാപ്പി വിത്ത് LDF കാൻഡിഡേറ്റ്, UDF കാൻഡിഡേറ്റ്. അസംതൃപ്തരുണ്ടല്ലോ അവരുടെ. ഈ അസംതൃപ്തർക്ക് ഈ തെരഞ്ഞെടുപ്പിൽ കണക്ക് തീർക്കാം BJPക്ക് വോട്ട് ചെയ്തിട്ട്. മന്ത്രിസഭയ്ക്കൊരു കുഴപ്പം വരുന്നില്ല LDFകാരന് വോട്ട് ചെയ്താൽ. കോൺഗ്രസ്സിനും പ്രത്യേകിച്ചൊരു ദോഷം വരുന്നില്ല ഒരു സീറ്റ് പോയാൽ. അപ്പോൾ കോൺഗ്രസ്സിൽ ദേഷ്യമുള്ളവർക്കും CPMൽ ദേഷ്യമുള്ളവർക്കും സേഫായിട്ട് വോട്ട് ചെയ്യാവുന്നൊരു സ്ഥാനാർത്ഥി കൃഷ്ണകുമാറാണ്. അവർക്ക് അവരുടെ ദേഷ്യവും പ്രകടിപ്പിക്കാം, അതേസമയം അവരുടെ സർക്കാരിന് ദോഷവും വരുന്നില്ല. പ്രതിപക്ഷ കക്ഷിയുടെയും സ്ഥാനത്തിന് ദോഷമൊന്നും കേടുമൊന്നും വരുന്നില്ല. ആകെ ഞങ്ങളുടെ അസംതൃപ്തി രേഖപ്പെടുത്തി. ഇങ്ങനെയൊക്കെ കളിച്ചു കഴിഞ്ഞാൽ ഇതായിരിക്കും അനുഭവം എന്ന് ഞങ്ങൾ പഠിപ്പിച്ചു എന്ന് അവർക്ക് ആശ്വസിക്കുകയും ചെയ്യാം. ഈ ഫാക്ടേഴ്സ് എല്ലാം അനുകൂല ഘടകമാണ് കൃഷ്ണകുമാറിന് എതിരായ ഒരു ഘടകവും ഞാൻ കാണുന്നില്ല. അതുകൊണ്ട് കൃഷ്ണകുമാർ ജയിക്കും എന്നാണ് എൻ്റെ വാദം.